എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന കോട്ടയം രീതിയിലുള്ള ഒരു മീൻ കറിയാണ്. മീനാണെന്ന് കാളാഞ്ചി എന്ന് പറഞ്ഞൊരു മീനാണ്. നല്ല ടേസ്റ്റുള്ള മീനാണിത്. കാളാഞ്ചി മീൻ 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ മീൻ കറിയാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. വരൂ, നമുക്ക് കാണാം. ഇതാണ് കാളാഞ്ചി മീൻ. 1 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചി, വലിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില. ഇത് 4 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും സാധനമാണ് വേണ്ടത്. പിന്നെ കുടംപുളിയും വേണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിക്കകത്ത് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു ശകലം ഞാൻ കടുകിട്ടു പൊട്ടി. നമുക്ക് ഇനി ചേർക്കേണ്ടത് കുടംപുളിയുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില. നമ്മൾ വഴറ്റി കൊടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, കുടംപുളി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഈ അരപ്പുകൾ ഇട്ട് കൊടുക്കാം. അരപ്പ് 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. ഇത്രയുമാണ്. ഇത് കുറേ ദിവസത്തേക്ക് നമുക്ക് ഒരാഴ്ചയോളം കൂട്ടാനാണ്. ചൂടാക്കി വെച്ചാൽ മതി. രാവിലെയും വൈകിട്ടും ചൂടാക്കി വെക്കാമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഒരാഴ്ച നമുക്ക് കൂട്ടാം, കേട് കൂടാതെ. ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ രുചി കൂടി വരും. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചു. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഞാൻ കല്ലുപ്പിൻ്റെ സിറപ്പാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് മൂടി വയ്ക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. മൂടി വയ്ക്കാം, തിളച്ച് വരട്ടെ. നമ്മുടെ മീനിൻ്റെ അരപ്പെല്ലാം തിളച്ചപ്പോൾ നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ അതിനകത്തോട്ട് പറക്കി ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് അരപ്പ് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് തീ കുറച്ച് ഒരു മീഡിയം സൈസ് തീ വയ്ക്കുക. തീ കൂട്ടി വയ്ക്കരുത്, ചെറിയ തീയിൽ കിടന്ന് വേവട്ടെ. എന്നിട്ട് നമുക്കിത് തീ മീഡിയം സൈസ് വയ്ക്കുക. നമുക്കിതൊന്ന് അടച്ചു കൊടുക്കുക. ഇത് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അതുപോലെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മീനെല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പ് എരിവൊക്കെ പാകമാണ്. കുറച്ചുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് കരിയാപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയോട് ഇതിൻ്റെ മണ്ടയിൽ ഒഴിച്ചാൽ അത് രുചികരമായിരിക്കും. അപ്പോൾ
കാളാഞ്ചി മീൻകറി, കോട്ടയം സ്റ്റൈലിലുള്ള കാളാഞ്ചി മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ഒരാഴ്ച വെളിയിൽ വെച്ച് കഴിക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല. രാവിലെയും വൈകിട്ടും നന്നായിട്ട് തിളപ്പിച്ച് വെക്കുക. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തിളപ്പിക്കുക, വൈകിട്ട് തിളപ്പിച്ച് വെക്കുക. അങ്ങനെ നമുക്ക് എത്ര ദിവസം കഴിക്കണമോ അത്രയും ദിവസം തിളപ്പിച്ച് വെക്കുക. ചിലപ്പോൾ ഇതൊക്കെ എനിക്കൊക്കെ ഒരു 3-4 ദിവസത്തേക്കുണ്ട്. ഞാൻ 4 ദിവസം ഇത് ഞാനിങ്ങനെ തിളപ്പിച്ച് വെക്കും. ഇന്ന് കൂട്ടുന്നതിനെക്കാട്ടി കൂടുതൽ രുചിയായിരിക്കും നാളെ കൂട്ടുന്നത്. അങ്ങനെ പഴകും തോറും ഇതിൻ്റെ രുചി കൂടിക്കൊണ്ടിരിക്കും. ഇത് കേടാകുകയില്ല. അപ്പം നിങ്ങളിതൊക്കെ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്പം പച്ച വെളിച്ചെണ്ണ തൂവുക. അപ്പം ഞാൻ ഓയിൽ കൺസപ്ഷൻ കുറച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാനിനി ഓയിൽ ഒഴിക്കുന്നില്ല. നിങ്ങൾ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാമെങ്കിൽ വളരെ രുചികരമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കാളാഞ്ചി മീൻകറി വളരെ അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. കപ്പ തിന്നാനും ചക്ക തിന്നാനും ഒക്കെ വളരെ നല്ലതാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ് ഒക്കെ തരാൻ മറക്കരുത്. നിങ്ങൾ തരുന്ന എൻകറേജ്മെൻ്റാണ് കൂടുതൽ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടാനായിട്ട് എനിക്ക് പ്രചോദനം തരുന്നത്. അപ്പം ഓക്കെ, ബൈ. എല്ലാവർക്കും ഒരു നല്ല നന്മകൾ നേരുന്നു. ദൈവം സമർത്ഥമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ബൈ.